ഇവിടെ ചാല ദുരന്തം ഉണ്ടായപ്പോൾ ഞാനിവിടെ അന്ന് SSFൻ്റെ ഒരു കൗൺസിൽ പരിപാടി ഭാരത്തെങ്ങാനും നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ ദുരന്തം അറിയുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആ മീറ്റിങ്ങിൽ മീറ്റിംഗ് തീർന്നിട്ടോ അല്ല മീറ്റിങ്ങിൻ്റെ ഇടയിലോ കൃത്യമായിട്ട് ഓർമ്മയില്ല, ഇവിടെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തി അതിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ കൂടുതൽ ഇവിടെ എത്തിയ ഉടനെ ഹൈലൈറ്റ് ചെയ്ത് പ്രവർത്തിച്ചത് ഇവരുടെ ഓരോ കത്തിക്കരിഞ്ഞ നിലയിലാണല്ലോ ഓരോരുത്തരുള്ളത്. ഓരോ ദിവസവും ഓരോ മരണങ്ങൾ നടക്കുമ്പോൾ അടുത്ത് പായാണ്. പക്ഷെ ആ സമയത്ത് അവരുടെ കുടുംബക്കാർ, പ്രത്യേകിച്ചൊരു വീട്ടിൽ നിന്ന് 4 ആൾ മരണപ്പെട്ടു, 2 ആൾ ബാക്കിയായി. അവർ ഗൾഫിലായതുകൊണ്ട്. അപ്പോൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവരുടെ മനോനില തെറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ബാപ്പയില്ല, ഉമ്മയില്ല, അനുജനില്ല. അങ്ങനെ ഈ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു ബന്ധു, അങ്ങനെയുള്ളൊരു പ്രയാസകരമായ ഘട്ടം. അവർ മാനസിക നില തെറ്റിയ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവും. 2 ദിവസം അവരെൻ്റെ വണ്ടിയിൽ തന്നെയായിരുന്നു. ഈ 2 ആൾ അവരെ ശരിയാക്കലായിരുന്നു പ്രഥമഘട്ടത്തിൽ നമ്മൾ ചെയ്ത്. വണ്ടി കൂട്ടിക്കൊണ്ട് പോയി കുറേ സംസാരിച്ച് അവരെ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. അത് ഏത് ഇവിടുന്ന് തന്നെ നമ്മൾ പ്രവർത്തിച്ചിട്ട് മടങ്ങുമ്പോൾ 4ാമത്തെ ദിവസം നമ്മൾ മടങ്ങിയത്. നമ്മൾ എത്രയും നിൽക്കാൻ റെഡിയാണ് അവിടെ സംസാരിച്ചിട്ട്. അതോടൊപ്പം നമ്മളെല്ലാം ഒരുക്കത്തോടു കൂടിയേ പോയത്. അവിടെ നമുക്കറിയാം ദുരന്ത മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ എൻ്റെ നമ്മളെ വളണ്ടിയേഴ്സിനോട് ഇവിടെ ഒരുമിച്ച് കൂടി സാന്ത്വന കേന്ദ്രത്തിലേക്ക് വന്നു. ഇവിടുന്ന് പ്രഥമ നിർദ്ദേശം കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ നിർദ്ദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പോകുന്നത് അതിഭയാനകരമായ ഇതുവരെ കാണാത്തൊരു വലിയ ദുരന്ത മേഖലയിലേക്കാണ്. അവിടെ ഒരു പക്ഷേ നമുക്ക് ഭക്ഷണം എത്ര ദിവസമാണോ നമ്മൾ വേണ്ടി വരിക നിശ്ചയ കണക്കില്ല. പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ 3 ദിവസം നിൽക്കും, ഒരു പക്ഷേ ഒരാഴ്ച നമ്മളവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ എത്ര ദിവസമാണോ ആ ദിവസത്തേക്ക് ആവശ്യമായ നമുക്ക് ജീവൻ നിലനിർത്തണമല്ലോ, അതിനാവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെയും നമ്മുടെ വാഹനത്തിലേക്ക് നമ്മൾ വെച്ചു. പോകാത്ത ബേക്കറി ഐറ്റംസുകൾ, അതുപോലെ ഞാൻ നമ്മുടെ വളണ്ടിയേഴ്സിനോട് പറഞ്ഞു, നമുക്കൊരു പക്ഷേ കിടക്കാൻ ഒരു സൗകര്യം ഉണ്ടാവില്ല, നമ്മൾ റോഡുമ്മൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ റോഡുമ്മൽ കിടന്ന് നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളവും ബേക്കറി സാധനങ്ങളും കഴിച്ചായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാകുക. അത് കൂടുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല, എത്രയോ ദുരന്ത മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ കൃത്യമായി ഗവൺമെൻറ് സംവിധാനമായാലും സന്നദ്ധ സംഘടനയുടെ ആളുകളായാലും ഭക്ഷണം എത്തിക്കുന്നതിലോ വളരെ കൃത്യമായ ഇടപെടലുകൾ അതിലൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമല്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ആളുകൾ പോയി ചെയ്യുക. കൃത്യമായി കാര്യങ്ങൾ അവിടെ എത്തി. അപ്പോൾ തിരിച്ചു വരുന്ന ഘട്ടത്തിൽ നമ്മൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ 3 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വന്ന 3 ആളുകൾ നമ്മളോട് പറഞ്ഞു, അല്ല നിങ്ങൾ പോകാണോ? ആ ചോദ്യം മനസ്സിൽ വല്ലാതെ തറച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ ഉറ്റവരൊക്കെ പോയി. അപ്പോൾ നമ്മളവിടെ പ്രവർത്തിച്ചിട്ട് നമ്മളെ ഒരു വലിയ എന്താ പറയുക, അവിടെയുള്ള സന്നദ്ധ സംഘടന ഏത് ടീമാകട്ടെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി എന്തോ അവരുടെ മനസ്സിന് ചെറിയൊരു സന്തോഷം നൽകുന്നത് പോലെയാണ് അവർക്ക് അനുഭവപ്പെടുക. അപ്പോൾ നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടി കയറുമ്പോഴാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മളൊന്ന് അവിടെ സ്റ്റക്കായി. അപ്പോൾ നമ്മളിനി പോകണോ, എന്താ ചെയ്യുക? കാരണം നമ്മൾ ഡ്യൂട്ടികൾ ചെയ്യേണ്ട പരമാവധി ഡ്യൂട്ടികൾ ചെയ്തു. പിന്നെ അവരെ ആശ്വസിപ്പിച്ച് നമ്മൾ വീണ്ടും വരും എന്ന് പറഞ്ഞാൽ അവരുടെ ആ നിലക്കുള്ള മാനസിക സംഘർഷ അവസ്ഥയിൽ അവരൊക്കെ ഇതായി കിടക്കുന്നത്. എത്രയോ ആളുകളെ നമുക്ക് എന്ത് പരിഹാരമാണ് പരമാവധി നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകളെ കൊടുക്കാൻ നമുക്കൊരു നിലക്ക് സാധ്യമല്ലല്ലോ. അവരെ സമ്പത്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, അവർ നഷ്ടപ്പെട്ട ജീവനുകൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാല ദുരന്തവുമായി ബന്ധപ്പെട്ട് മിഥില ജമാനി ഉസ്താദ് മക്കറിൽ കാരുണ്യവാസലിൻ്റെ പ്രവർത്തനങ്ങളാണ്. നമ്മൾ മക്കളിലേക്ക് വരുമ്പോൾ ദുരന്തം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നമ്മളവിടെ പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അനുഭവങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്ന കൂട്ടത്തിൽ ഇവിടെ റെയിൽവേയിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഇങ്ങനെ പറയാറുണ്ട്. അവരുടെ കുടുംബത്തിലെല്ലാവരും പോയി ഇവിടെ മോർച്ചറിക്ക് പുറത്ത് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞേക്കുള്ള പരിചയപ്പെടുന്നു. അന്ന് സമാധാനിപ്പിച്ച് നിങ്ങൾ 2 ആളെ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞ പോലെ കൂടെ കൊണ്ടു നടന്നു. ഇന്ന് ഓനിക്ക് ആരുമില്ല, പക്ഷെ എനിക്കൊരു ഏട്ടനെ പോലെ ഉള്ളത് നമ്മളെ മിഥില ജമാനി ഉസ്താദാണ്. എന്തിനും വിളിക്കും, എന്തിനും പറയും, കല്യാണത്തിനും വിളിക്കും, എല്ലാത്തിനും കൂടെ അങ്ങനെ കൂടെയാവുക എന്നുള്ളത്. അപ്പോൾ സാന്ത്വന മേഖലയിൽ ഇപ്പോൾ എനിക്ക് തോന്നിപ്പോൾ കുറേ ദുരന്തമുഖങ്ങളും മറ്റൊക്കെ കണ്ടല്ലോ ഉസ്താദ്. ഇതിൽ ഏറ്റവും ഹൃദയത്തെ ഇങ്ങനെ ഇപ്പോഴും തറച്ചു നിൽക്കുന്ന ചില അനുഭവങ്ങളിൽ വയനാടോ അല്ല അതിന് മുമ്പുള്ളതെന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ ഈ അനുഭവം പറയാൻ യഥാർത്ഥത്തിൽ വയനാടാകട്ടെ, പ്രത്യേകിച്ച് ഈ വയനാട് ഒരു സംഭവം നടന്നതിന് ശേഷം മനസ്സനുവദിക്കുന്നില്ല. നമ്മൾ അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ഓരോ അവയവങ്ങൾ, ഇപ്പോൾ നമുക്ക്
എല്ല് മാത്രമാണ്. കാരണം അത്രയും ശക്തമായ അവിടുന്ന് നമ്മൾ മുകളിലേക്ക് മുണ്ടക്കൈ പ്രദേശത്തേക്ക് 300 ചില്ലറ വീടുണ്ടായ ഭാഗമാണ്. അവിടെ ഇപ്പോൾ 30 വീട് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനുള്ളൂ, ബാക്കി മുഴുവനും പോയിട്ടുണ്ട്. അതുപോലെ 105 വീടുകളുണ്ട് ചൂരമലയിൽ പ്രദേശത്ത്. അങ്ങനെ അത് മുഴുവനും ഒഴുക്കി അങ്ങ് കൊണ്ടുപോവാണ്. ആ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ കണ്ട ഭയാനകരമായ കല്ലുകൾ, ഒരു വീടിൻ്റെ വലുപ്പം പോലുള്ള ഒരു കല്ല് നമ്മൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ കാണിച്ചു. ഇതെത്ര ദൂരത്തുനിന്ന് ഒഴുകി വന്നതാണ് നിങ്ങളറിയുമെന്ന് വെച്ചിട്ട് അവർ പറയാണ്. വലിയ വലിയ മരങ്ങൾ ഇതൊക്കെ അടിച്ച് തെറിച്ചിട്ടാണല്ലോ അതുമാത്രമല്ല ചാലിയാർ പുഴയിലേക്ക് മയ്യത്തുകൾ എത്താണ്. അപ്പോൾ ആ എത്തുന്നതിന് അതിന് മുമ്പ് ഒരു വലിയ കുഴിയുള്ളൊരു പ്രദേശമുണ്ട്. അവിടത്തേക്ക് എത്തുമ്പോൾ തന്നെ 4 വെള്ളച്ചാട്ടങ്ങൾ മറികടന്നിട്ടാണ്. അപ്പോൾ അത്രത്തോളം മയ്യത്തുകൾ മറികടന്ന് അങ്ങനെയൊക്കെയാണ് അവിടത്തേക്ക് എത്തുക. അപ്പോൾ ഈ കിട്ടുന്ന മയ്യത്തുകളുടെ ദയനീയ രംഗങ്ങൾക്ക് ആ മനസ്സ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ വൾഡിയേഴ്സിനോട് പറഞ്ഞു, നമ്മൾ കരയരുത്, സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് കരയാം. കാരണം ഇവിടുന്ന് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ആ ഒരു സംഘർഷാവസ്ഥ മനസ്സിലിപ്പോഴും ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ആ രംഗങ്ങളും ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ 10ലേറെ സ്ഥലങ്ങളിൽ നിന്ന് എന്താ പറയുക, ഇപ്പോൾ അനുമോദനത്തിനും അഭിനന്ദനത്തിനും ഇതിനൊക്കെ വിളിച്ചു. ഞാൻ ഒന്നും ഏറ്റെടുത്തിട്ടില്ല, ഒരു സ്ഥലത്തും ഞാൻ വരൂലെന്ന് തന്നെ പറഞ്ഞു. അതിനെ നമ്മൾ അങ്ങനെ ഒരു ഒന്ന് നമ്മുടെ കടപ്പാടാണിത്. നമ്മളൊരു ഔദാര്യോ സംഭവം എന്നല്ല, നമ്മുടെ ഒരു ബാധ്യത നിർവഹിച്ചതിൻ്റെ പേരിൽ നമ്മളാരും അംഗീകരിക്കലില്ലല്ലോ എന്നതുപോലെ ഇതൊരു ബാധ്യതയായിട്ട് നമ്മൾ ജീവിതത്തിൽ കൂടി കടപ്പെട്ടതാണ് ഇതൊക്കെ. അതെ, എല്ലാവർക്കും അതെ. അപ്പോൾ ഒരു ബാധ്യത. രണ്ടാമത്തത് എത്രയോ മയ്യത്തുകൾ ഇപ്പോൾ മണ്ണിനടിയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ആദരവ് അതിനൊന്നും നമ്മൾ അർഹരല്ല. അവസാനം പ്രാർത്ഥന പരിപാടികളാണെങ്കിൽ സംബന്ധിക്കാം. അവിടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക്, ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനാ സദസ്സാണെങ്കിൽ അത് ഏത് സ്ഥലത്തുനിന്നും വിളിച്ചപ്പോഴും അങ്ങനെയാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്. ആ നിലക്കാണ് പല സ്ഥലത്തും പോയിട്ടുള്ളത്. ചില സ്ഥലത്ത് പോകാനും സാധിച്ചിട്ടില്ല. പിന്നെ കൂട്ടമായി സംഘടിപ്പിക്കുന്ന ചിലതിൽ നമുക്ക് പിന്നെ പോകേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൊതുവായി സംഘടിപ്പിക്കുന്ന അവിടെ നമ്മൾ മാറിയിരിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ ആ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ചില ഘട്ടങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അഭിനന്ദനങ്ങളോ അനുമോദനങ്ങളോ അനുഭവങ്ങളോ അതിലൊന്നും എന്തില്ല, മനസ്സ് ഈ ഒരു സംഘർഷാവസ്ഥയിൽ അനുവദിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു ആഘാതം എനിക്കൊന്നും അവിടെ പോയിട്ടില്ലാത്ത മീഡിയകളിലൂടെ കാണുന്ന ആളുകൾ അതിൻ്റെയൊക്കെ ഒരു ആഘാതം ഒരു 3 ദിവസത്തിന് ശേഷമായിരിക്കും ഇത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. കാരണം മുമ്പും നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ, ഇപ്പോൾ വീടുകൾ ഇടിഞ്ഞു പോയതും അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഒരു മീഡിയയിൽ പറഞ്ഞൊരു സംഭവം കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടു. അവർ ആദ്യഘട്ടം അവിടെ എത്തിയ സമയത്ത് അവർക്കൊരു ഹ്യൂമൻ ബോഡി പാർട്ടാണെന്ന് തോന്നുന്നൊരു സാധനം കിട്ടി. ഇത് മനുഷ്യൻ്റെതാണോ മൃഗങ്ങളും ഉണ്ടാവല്ലോ കാട്ടിന് അറിയുന്നില്ല. അങ്ങനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. അവരിത് പരിശോധിച്ചിട്ട് ഇതൊരു മനുഷ്യ സ്ത്രീയുടെ ഗർഭപാത്രമാണ് എന്ന് പറയുന്നു. അതിനകത്തൊരു ഭ്രൂണം വളർന്നുകൊണ്ട് അതിങ്ങനെ നമ്മൾ കേൾക്കുന്ന നമ്മളെ കണ്ണ് നിറയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്വപ്നത്താൽ ഇങ്ങനെ ആ കാലം ഇങ്ങനെ ആ സന്തോഷത്തോടെ ഇങ്ങനെ ഗർഭകാലം ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് നിറയണം. അപ്പോൾ അത് നേരിട്ട് അനുഭവിച്ച ഒരാൾ കരയാതെ അതിനെടുത്ത് പരിചരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു കണ്ണ് നിറയാതെ. അവിടെ എല്ലാവർക്കും വേദനയുടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ വേദനിച്ചതിൻ്റെ പിറകിൽ അനങ്ങാണ്ടെന്നാൽ പ്രവർത്തനം നടക്കൂല. ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ പ്രധാന പോയിന്റ്. മനസ്സെല്ലാവരും നല്ല സംഘർഷത്തിലും നല്ല അസ്വസ്ഥതയിലും നല്ല വേദനയിലും തന്നെയാണുള്ളത്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ പ്രവർത്തനം നടക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ വളണ്ടിയേഴ്സ് നമുക്ക് നാട്ടിൽ പോയി കരയാ എന്ന് ഞാൻ പറഞ്ഞത്. അവിടത്തേക്ക് പിന്നെന്താണെന്ന് പറഞ്ഞാൽ കേരളം ഒന്നടങ്കം എന്ത് ദുരന്തം വന്നാലും കേരളത്തിൻ്റെ ഒരു സാഹചര്യം അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു പ്രബുദ്ധരായൊരു സമൂഹം കേരളത്തിലുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പം തന്നെ ഞാൻ അവിടുന്ന് ഒരു പശുക്കിടാവിൻ്റെ ചാനലിലൊക്കെ വന്നൊരു സംഭവമുണ്ട്. ഞാനതിൽ നിന്ന് ആ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ദുരന്ത മേഖല മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ മുകളിൽ നിന്ന് ഇറ്റാച്ച് കൊണ്ട് മാന്താണ്. അപ്പോൾ ആ ഒരു മാന്തുന്ന ഘട്ടത്തിൽ അവിടുന്ന് ബോഡിയുടെ ദുർഗന്ധം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുർഗന്ധം വരുമ്പോൾ സ്വാഭാവികമായി സ്ട്രെച്ചർ ഓരോ പിടിക്കും സന്നദ്ധസംഘടന, ഫയർഫോഴ്സ്, മിലിറ്ററി അവരൊക്കെ വളരെ കൃത്യമായി പിന്നെ പറയേണ്ടിയില്ല ഉദ്യോഗസ്ഥർ. അപ്പോൾ അങ്ങനെ അവരൊക്കെ പിടിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു പശുക്കിടാവിൻ്റെ കരച്ചിലേക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള സന്നദ്ധ പ്രവർത്തകൻ സാന്ത്വനത്തിൻ്റെ മുവാസ് വായാട് എന്ന് പറയും, അവൻ എന്നോട് പറഞ്ഞ്, ഉസ്താദെ ആ പശുവിൻ്റെ കരച്ചിൽ ഒരു ദയനീയ കരച്ചിലാണ്.
കാരണം ഇതിൽ ഇടപെടുന്ന ആളുകൾ നിനക്ക് മനസ്സിലാകുന്ന ഒരു ദയനീയമാണ്. ഞാൻ പറഞ്ഞു അതെന്താ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ അവിടുന്ന് കുറച്ച് മാറി ഒരല്പം പൊളിഞ്ഞ് വീടിൻ്റെ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പശുക്കിടാവിനെ നമുക്ക് കാണുന്നില്ല. പിന്നെ കരച്ചിലുണ്ട്. അപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു. ഡോറ് അടഞ്ഞിട്ടല്ലേ, തള്ളി തുറന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ മനസ്സിലാകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടാണെന്നാണ്. കാരണം അവിടെ ഭക്ഷണത്തിൻ്റെ അവശേഷം ഇതൊക്കെ താമസിക്കുന്ന വീട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് 2 പശുക്കിടാക്കളുള്ളത്. എങ്ങനെയോ അതിൽ പെട്ടുപോയതായിരിക്കും. ഈ ദുരന്ത സമയത്ത് പിന്നെ ഇവരുടെ എല്ലാം ഒലിച്ചു പോയപ്പോൾ ബാക്കിയായവരായിരിക്കാം, അറിയില്ല കൃത്യമായിട്ട്. പക്ഷേ ഈ 2 പശുക്കിടാക്കളൊക്കെ നമ്മൾ അതിനെ അത് ഭക്ഷണം ഒന്നും കഴിച്ചില്ല, ദയനീയമായി അവിടെ ഇങ്ങനെ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ പിന്നെയും പശുക്കിടാവ് കരയാണ്. വീണ്ടും ഉള്ളിലേക്ക് കയറി, ഇല്ല. അവസാനം ടോയ്ലറ്റിൽ പോയി നോക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഒരു പശുക്കിടാവിലെ പോലെ വീണ് കിടക്കുകയാണ്. അത് നടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ താങ്ങിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മീഡിയക്കാർ ഇത് ശ്രദ്ധിക്കുകയും അവർ ചാടി വരികയും വലിയൊരു ന്യൂസായി. റിപ്പോർട്ടിലടക്കം 4-5 പ്രാവശ്യം സപ്രഷൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കൊണ്ടുവന്നു, ഞാൻ പറയുന്ന അവിടത്തേക്കല്ല. അപ്പോൾ അതിനെ പുറത്ത് കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെ അവിടെ ബോഡി എടുക്കുന്ന വണ്ടി 2-3 വണ്ടികളുണ്ട്. അതിൽ ഒരു സഹോദരൻ്റെ വണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്തു. അത് ഒരു നിലക്കും അനുവദിക്കുന്നല്ല, ബോഡി മാത്രമേ അതിൽ എടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലോടുന്ന വണ്ടിയാണ്, പാലം കടന്ന് അക്കരെ പോകാൻ പറ്റുന്നല്ല. അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു അങ്ങനെ പറ്റൂല. ഞാൻ പറഞ്ഞു നമുക്ക് നിങ്ങൾ പാലത്തിൽ ഇക്കരെ ഇറക്കിയാൽ മതി, ബാക്കി നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അതിൽ കയറ്റിയപ്പോൾ അതിനേക്കാൾ ദയനീയാണ് കേൾക്കുന്നത്. ഈ ഡ്രൈവറോട് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ. അപ്പോൾ അയാൾ ആ പുണ്ടക്കൈ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്, ആ ദുരന്തഘട്ടത്തിൽ അവിടെ ഉണ്ടായ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി അവിടെ പെട്ടത്. പാലുണ്ടാകുന്നതിന് മുമ്പേ അതിൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന NDRFൻ്റെ സംഘമൊക്കെ ഉപയോഗിച്ച വണ്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താ നിങ്ങളെ. അപ്പോൾ അവരുടെ പല ആളുകളും ഇതിൽ ദുരന്തത്തിൽ പോയിട്ടുണ്ട്. എന്നിട്ടും ഈ പ്രവർത്തനത്തിൽ അയാൾ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതല്ല നിങ്ങൾ പിന്നെ വേറെ എന്തെങ്കിലും നമുക്കൊരു ദുരിതാശ്വാസ ക്യാമ്പിലല്ല വേറെ എവിടെയെങ്കിലും പോയി കുറച്ച് റെസ്റ്റ് എടുത്തുകൂടെ നോക്കുമ്പോൾ അല്ല, അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടാണ്. നിങ്ങളെ കൂടെയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു സമാധാനം ലഭിക്കുമല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ അതിനെ കയറ്റി നമ്മൾ ഈ മിലിറ്ററിയുടെ പാലത്തിൻ്റെ അടുത്തെത്തി. ആ പാലമൊക്കെ നിർമ്മാണം നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ അതൊക്കെ മീഡിയയിലൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിശക്തമായ ഒരു ഇടപെടലായിരുന്നു ആ ഒരു ഘട്ടത്തിലൊക്കെ. അപ്പോൾ അവിടുത്തെ എത്തിയപ്പോൾ ഞാൻ പറയും നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കല്ല. ഞാനൊന്ന് മിലിറ്ററിയുടെ വലിയൊരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട്, ഒരു പാല നിർമ്മാണത്തിലൊക്കെ ലേഡി അടക്കം അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, ഇത് ബോഡി എടുക്കുന്ന വണ്ടിയാണ്, ഇങ്ങനെ ഒരു 3 പശുക്കിടാങ്ങൾ വളരെ പ്രയാസകരമായ രംഗത്ത് കണ്ടിട്ട് അതിനൊന്നും നമുക്ക് ഔട്ടിലെത്തിക്കണം എന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടനെ അനുവദിക്കുകയും അതിൽ നിന്ന് തന്നെ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നമ്മൾ വണ്ടിയിൽ കയറ്റുകയും അക്കരെ കൊണ്ടുപോകാനുള്ള തന്നെ ഉടനെ തന്നെ പിന്നെ ഫോറസ്റ്റ് വിഭാഗം വന്നു, മൃഗസംരക്ഷണ വകുപ്പ് വന്നു, അതിനാവശ്യമായ ട്രിപ്പ് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു. അവരെ അണ്ടറിൽ അതിനെ നിർത്തി വൈകുന്നേരം അവർ തന്നെ അതിനെ കൊണ്ടുപോയി നിലവിൽ പരിപാലിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വീണ്ടും റിപ്പോർട്ടർ ചാനലിൽ ഇത് സപ്രേഷണം ചെയ്തപ്പോൾ ഈ ഒരു സന്നദ്ധ സംഘടനയുടെ ആളുകളെ നമുക്ക് ഒരുപാട് അതിലേക്ക് കമൻറ്റുകൾ വന്നു എന്നാണ് ചാനലിൽ അവർ, നമ്മൾ ശ്രദ്ധിച്ചില്ല, ചാനലിൽ അവർ പറഞ്ഞു ഇതുമായി വന്നു. അപ്പോൾ നമ്മുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി വീണ്ടും അവർ ഫോൺ വിളിച്ച് സംസാരിച്ച ചാനലിൽ നിങ്ങൾ എവിടെ ഇപ്പോൾ ആ പശുക്കുട്ടികളുള്ളത്. അപ്പോൾ ഉടനെ റിപ്പോർട്ട് ചാനൽ അവർ നമ്പർ കൊടുത്തു. എൻ്റെ നമ്പർ കൊടുത്തപ്പോൾ അന്ന് 2 ദിവസം എൻ്റെ ഫോൺ കേവലം ഈ ഒരു പശുക്കിടാങ്ങൾക്ക് വേണ്ടി മാത്രം നിലക്കാത്ത ഫോൺ കോളായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് അതിനുള്ള വൈക്കോല് നമ്മൾ എത്തിക്കാം. അതേപോലെ മറ്റൊരു സഹോദരൻ വിളിച്ചിട്ട് പറയുകയാണ് അതിനുള്ള 5 ചാക്ക് കാലിത്തീറ്റയുമായി നമ്മൾ മേപ്പടി എത്തി. ഇതെങ്ങോട്ടാണ് കൊണ്ടുവരും? മേപ്പടി 16 കിലോമീറ്റർ പോകണം അടുത്തേക്ക് നമ്മളെത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അഭിനന്ദനം ഇതൊക്കെ ആയി. ഞാൻ പറയുന്ന ആളുകളോട് പറഞ്ഞു പിന്നെ അതിൻ്റെ ഇതില്ല, നമ്മളൊക്കെ കടപ്പാടാണല്ലോ ഇത് എന്ന് അവരോട് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തുടങ്ങി എല്ലാവരും ഈ ഒരു പശുക്കിടാവിൻ്റെ വിഷയം വരുമ്പോൾ തന്നെ ആളുകൾ പിന്നെ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, അതിനെന്താണോ വേണ്ടത് എന്ന് പറഞ്ഞ പോലെ ദുരന്തമുഖത്തേക്ക് ഇപ്പോഴും പിന്നെ കേരളത്തിൻ്റെ മനസ്സിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്യുക? ഇപ്പോൾ ഇന്നലെ MLA പങ്കെടുത്ത ഒരു പരിപാടി പറയുമ്പോൾ ഒരു പെൺകുട്ടി പിന്നെ ആ പെൺകുട്ടി MLA വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് സഹായം ചെയ്യണം. ആകെ ആ പെൺകുട്ടിയുടെ കാതിലുള്ള സ്വർണ്ണം മാത്രമേ ഉള്ളൂ, അത് കൊടുക്കാതെ കുട്ടിക്ക് മനസ്സ് വരുന്നില്ല, ഊരിക്കൊടുക്കുകയാണ്. അങ്ങനെ എന്തും ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ നിൽക്കാൻ ഒരു വലിയൊരു മനസ്സ് കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ഒരു വലിയ സന്തോഷമുള്ള. ജീപ്പ് വണ്ടി ഡ്രൈവറുടെ കാര്യം പറഞ്ഞപ്പോൾ വാർത്തയിലൊക്കെ കണ്ടൊരു സാധനം
ആ നാട്ടുകാരൻ തന്നെ ഒരാൾ 100ഓളം ആളുകളെ സ്വന്തം ജീപ്പിൽ മലമുകളിൽ നിന്ന് രക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്ത് എത്തിയിട്ട് 4മതും ആ ഉരുൾപൊട്ടി വരുമ്പോൾ അതിൽ വിളിച്ചു പോയൊരു സംഭവങ്ങളാണ്. നാട്ടുകാരിൽപ്പെട്ട 1-2 ആളുകൾ, വേറൊരു അമ്മ പറയുന്നുണ്ട്, അമ്മനെ കൊണ്ടാക്കിയിട്ട് മകൻ പോയതാണ്, പിന്നെ തിരിച്ചു വന്നില്ല, അപ്പോഴാണ് 2ാമത് ഉരുൾപൊട്ടിയത്. അങ്ങനെ നാട്ടുകാരിൽ നിന്ന് അങ്ങനത്തെ ചില ആളുകൾ, ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു മനസ്സുള്ള ആളുകൾ, അവരെ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ പറഞ്ഞു രക്ഷപ്പെടുത്തിയ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളതിനെ സംസാരിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടി പറഞ്ഞു പോകുമ്പോൾ ആ ഒരു സമയത്ത് ആണല്ലോ പിന്നെ ഒരു മീഡിയയിൽ വന്ന ഒരു വിമർശനം, പച്ചയായ വിമർശനം, പെട്ടെന്ന് ടീഷർട്ടുകൾ പ്രിൻ്റ് ചെയ്തിറങ്ങി ചില സന്നദ്ധ സംഘടനകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചില നമ്മളൊക്കെ പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു സാധനം. എന്തായാലും നെഗറ്റീവ് മനസ്സുള്ള അല്പം ചില ആളുകൾ ഏത് കാര്യത്തിലും ഉണ്ടാവും. അത് സ്വാഭാവികമായി ഒരു ഉമ്മ മുലപ്പാൽ നൽകാൻ അങ്ങനെയുള്ള കുട്ടികൾ അതിൻ്റെ അടിയിൽ വന്ന 1-2 കമൻറ്റുകൾ നമ്മുടെ ഉടനെ തന്നെ അതിന് പ്രതികരണങ്ങളും അങ്ങനെ ചില മനസ്സുകൾ സ്വാഭാവികമായി ഏത് പ്രവർത്തനം, അത് നമ്മുടെ വളണ്ടിയേഴ്സിനോടൊക്കെ ഞാൻ പറയും, നമ്മളെപ്പോഴും പ്രോത്സാഹനത്തിൻ്റെ ഇത് കാണേണ്ടതേ ഇല്ല. ഒരു പക്ഷേ എത്ര നമ്മൾ പ്രവർത്തിച്ചാലും വിമർശന മനസ്സിൻ്റെ ആളുകളുണ്ടാവും, പല നിലക്കും പ്രതികരിക്കുന്ന ആളുകളുണ്ടാവും. എന്നതിൽപ്പെട്ട ചില ആളുകളുടെ പ്രതികരണമായിട്ട് അതിനെ കാണാൻ പറ്റും. അതേ സമയത്ത് തന്നെയാണ് അവിടുന്ന് എന്താ പറയുക ജനൻ TV റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SYSൻ്റെ സാന്ത്വന പ്രവർത്തനത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് ആ റിപ്പോർട്ടിൽ പ്രതികരിച്ച ഷമീർ വയനാട് ജില്ലയുടെ സാന്ത്വന സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ദുരന്തമുഖത്ത് 2:45-3 മണിയാകുമ്പോൾ സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലക്ക് ആദ്യമായി ഒരു ടീമിനെയും കൂട്ടിയിട്ട് അവിടത്തേക്ക് എത്തിയത് പ്രഥമഘട്ടത്തിൽ. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. വീടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അമ്മൻ്റെ കഥയും കുട്ടിയുടെ കഥയും. അങ്ങനെ പ്രഥമഘട്ടത്തിൽ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല, മുഴുവൻ വെള്ളമാണ്, കുറേ തകർന്നു പോയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പിന്നെ ആ ഘട്ടത്തിൽ തന്നെ കലക്ടറും അതുപോലെ MLAയും പിന്നെ മറ്റുദ്യോഗസ്ഥരും എല്ലാവരും ചാടി അവിടത്തേക്ക് എത്തി. അതുമുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഷമീറും കൂടെയുള്ള വളണ്ടിയേഴ്സും അവരോടാണ് നേരിട്ട് ജനൻ TVയുടെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇങ്ങനെ ഒരു കമൻറ്റ്, അതിന് സമൂഹം ഒന്നടങ്കം മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ പുറകിൽ പോകാതിരിക്കലാണ് നല്ലത്. ഈ സാന്ത്വന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഇവിടെ വൃദ്ധസദനങ്ങൾ പോലെയുള്ള നമ്മുടെ അൽമക്കറിൻ്റെ സ്നേഹഭവനായാലും സഖാഫിസ്ഥാൻ ഗാർഡൻ ഏഞ്ചൽസ് നമ്മളറിയുന്ന സംഭവങ്ങൾ അങ്ങനെയുള്ളതിലൊക്കെ ആയാലും ഈ അനുഭവങ്ങളിൽ നിന്ന് സമൂഹം ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ നമുക്ക് സമൂഹത്തിനോടൊന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് പറയണം എന്നൊക്കെ തോന്നുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എങ്ങനെ മനസ്സിലായിട്ട് ഈ വൃദ്ധമായ മാതാപിതാക്കൾ ഉപേക്ഷിക്കൽ പോലെയുള്ള അവരെ ശുശ്രൂഷിക്കുക ഇങ്ങനെ തുടങ്ങിയ രംഗത്തും നമ്മൾ സാന്ത്വന പ്രവർത്തനങ്ങൾ വഴി വരാറുണ്ടല്ലോ. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഉപേക്ഷിച്ച് പോവുക, വാർഡുകളിൽ ഉപേക്ഷിച്ച് പോവുക. അപ്പോൾ ഈ അത്തരം സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ സമൂഹത്തോട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് ആവർത്തിക്കരുത് എന്ന് എപ്പോഴെങ്കിലും പറയാൻ തോന്നിയിട്ടില്ല ഈ വളർന്നു വരുന്ന സമൂഹത്തോട് ഇനി നിർബന്ധമായും പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് SYSൻ്റെ ഷീപ്പ് പാലിയേറ്റീവ് എന്ന് പറയുന്ന പ്രവർത്തനം. എന്ന് പറഞ്ഞാൽ പലരും ഇവരെ പരിപാലിക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ പരിപാലിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടാക്കാം. അത് നമ്മൾ ഇത്ര സംഖ്യകൾ തരാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന കോളുകൾ ഓരോ ദിവസവും വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വലിയൊരു പരിഹാരമാണ് നമ്മൾ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പരിപാലിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള വലിയൊരു സിസ്റ്റം പ്രസ്ഥാനം വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എത്രയോ ആളുകൾ, ഇന്നലെയും എനിക്ക് 2 കോളുകൾ അത് സംബന്ധമായിട്ട് വന്നു. ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഏറ്റെടുക്കാൻ വേണ്ടി, വീട്ടിൽ നിന്ന് ഏറ്റെടുക്കാൻ വേണ്ടി, ഇങ്ങനെ തുടങ്ങി. അത് പിന്നെ അൽമക്കർ സ്നേഹഭവനായാലും അതുപോലെ ഗാർഡിയൻ ഏഞ്ചൽസ് സംരംഭങ്ങളായാലും അങ്ങനെയുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഇത്ര തരാം ഇവരൊന്ന് ഏറ്റെടുക്കണം എന്ന് പറയുന്ന ആളുകളെ അവർ പെട്ടെന്ന് ഏറ്റെടുക്കാറില്ല, ആരും ഏറ്റെടുക്കാറില്ല. കാരണം അത് വീട്ടിൽ നിന്ന് തന്നെ പരിപാലിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിനെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു കൊടുക്കുക. തീർത്തും ഒറ്റപ്പെട്ടു പോയ ആളുകളെയാണ് ആരും ഏറ്റെടുക്കാനില്ല. ഇവിടുന്ന് എത്രയോ കേസുകൾ വരാറുണ്ട്, മെഡിക്കൽ കോളേജ് അനാഥ ആളുകൾ, നമ്മളത് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാം. മറ്റ് ഇത് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണ്. നമ്മൾ പ്രായം വരുമ്പോൾ അവർ ഉപേക്ഷിക്കപ്പെടുക, എവിടെയെങ്കിലും കൊണ്ടാക്കുക എന്ന സമീപനം. അതിന് വളരെ മാറ്റം വളരെ അനിവാര്യ. പല ക്ലാസ്സുകളിലും നമുക്ക് പറയാൻ പറ്റുന്ന പല വേദികളിലും നമ്മളത് പറയാറുണ്ട്. അതിന് പരിഹാരമായി ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. നമുക്കിപ്പോൾ പറയാറുള്ളത് എല്ലാ കാലത്തും നമുക്കിപ്പോൾ ഒരു വളർന്നൊരു തലമുറയോടുകൂടെ പറയാനുള്ളതല്ലേ, അങ്ങനെ ഉപേക്ഷിക്കുക എന്നതിനൊരു പരിഹാരമായി കാണാതെ എങ്ങനെ കെയർ ചെയ്യാം എന്നതിന് പരിഹാരം കാണുക. അതാ കാണുന്നത്.
കേവലം നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രവർത്തനത്തിലൂടെ അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. അതെ അതെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വയനാട്ടിലുള്ള അനുഭവങ്ങളായാലും അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ സാന്ത്വന രംഗത്ത് പ്രവർത്തിക്കുമ്പോഴുള്ള ജീവിതത്തിലുള്ള അനുഭവങ്ങളായാലും ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് പറയുന്നൊരു കാര്യം, ഇതിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരാൾ ചെയ്യുന്ന ഇതിൻ്റെ ഒരു വളണ്ടിയറിനോ ഈ ചുരുങ്ങിയ 20 ആളുകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥിര അംഗങ്ങളായിട്ടുള്ള 20 ആളുകളിലോ മേലിലോ മാത്രമുള്ള ഒരു ദൗത്യമോ ഒരു ഉത്തരവാദിത്വം അല്ല, സമൂഹത്തിൽ ജീവിക്കുന്ന അല്ലേ അങ്ങനെ എല്ലാവരുടെ മേലും ഉള്ളൊരു ഉത്തരവാദിത്തമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാവേണ്ടി വരുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കേണ്ട ആളുകളാണ് ഓരോരുത്തരും. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാവണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു മെസ്സേജ് കൈമാറാൻ ശ്രമിക്കാം. അതുപോലെ സാന്ത്വന കേന്ദ്രത്തിലാണ് 20 മാത്രമേ നമ്മുടെ വളണ്ടിയേഴ്സ് ഇവിടെ സ്ഥിരമായിട്ട് തന്നെ 30 വളണ്ടിയേഴ്സ് ഉണ്ട് അതിന് റെഡിയായി. ജില്ലയിലെ എമർജൻസി ടീം എന്ന നിലയിൽ 150 ഏത് ദുരന്തഘട്ടങ്ങളിൽ ചാടിയെത്തുന്നു. പിന്നെ പൊതുവായിട്ടുള്ള വളണ്ടിയേഴ്സ് സംസ്ഥാനത്ത് 20,000-ഓളം വളണ്ടിയേഴ്സ് സാന്ത്വനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ. അപ്പോൾ അതിനോടുകൂടെ ചേർന്ന് നിൽക്കുക. 30 ആളുകൾ സന്നദ്ധരാണ്, അവർക്ക് കീഴിൽ ഓരോരുത്തർ കീഴിൽ 30-60 ആളുകൾ ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ ലേഡീസ് വേറെ തന്നെ 40 ആളുകൾ ഇവിടെ സന്നദ്ധരായിട്ടുള്ളത്. അവരും ഈ വയനാട് വിളിച്ചു, നമ്മളെന്തെങ്കിലും വരേണ്ടതുണ്ടോ, നമ്മളെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ആവശ്യമില്ല, ആവശ്യമായ സ്ത്രീ വളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവർ കാര്യമായിട്ട് മയ്യത്ത് പരിപാലനത്തിനും മറ്റുമാണ് ആവശ്യം വന്നത്. നമ്മളിപ്പോൾ പരിയാരം സാന്ത്വന കേന്ദ്രത്തിനകത്തിരുന്നുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നതും ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ മുന്നോട്ട് പോക്ക് തന്നെയാണ്. നമ്മുടെ തുടക്കം മുതൽ അവസാനം വരെ ഇവിടത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഭാവനകൾ, നിങ്ങളുടേതായ സഹായങ്ങൾ അയക്കാനുള്ള ഒരു ഗൂഗിൾ പേ, അതിൻ്റെ QR കോഡ് വെക്കുന്നുണ്ട്. ചെറിയ സംഭാവനകൾ മുതൽ വലുത് വരെ നിങ്ങൾ അയച്ച് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ജോലി തിരക്കുകൾ കാരണം മറ്റും ഇവിടെ ഒന്നും വന്നിടപെടാൻ പറ്റാത്ത ആളുകൾ, അവർക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭാവനകളിലൂടെയെങ്കിലും ഇതിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഇവിടെ വരണം, ഇതിൻ്റെയൊക്കെ ഭാഗമാവണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും.